Welcome to Leeds College online class, Social Science Part 2, Geography, Chapter 3, National Income. National income means the total income received by a country in 1 year is its national income. It is the amount earned from the production of goods and services in a country during the financial year. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മൊത്ത വരുമാനത്തെയാണ് നമ്മൾ ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ നാഷണൽ ഇൻകം നമുക്ക് ലഭിക്കുന്നത് 3 സെക്ടേഴ്സിലൂടെയാണ് അല്ലേ? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. 3 സെക്ടറിൽ നിന്നുള്ള ഇൻകം കംപ്ലീറ്റ് കൂട്ടിയാൽ എന്ത് കിട്ടും? നാഷണൽ ഇൻകം കിട്ടും. ആഡിങ് അപ്പ് ദ ഇൻകം ഫ്രം ദീസ് 3 സെക്ടേഴ്സ് വി ഗെറ്റ് എ നാഷണൽ ഇൻകം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ നാഷണൽ ഇൻകം, അതേപോലെ തന്നെ വൈ ഡു വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം, എന്തിനാണല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നാഷണൽ ഇൻകം, അതേപോലെ തന്നെ സം ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് ലാസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം. വെൻ വി ഡിവൈഡ് ദ നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ വി ഗെറ്റ് പെർ ക്യാപിറ്റൽ ഇൻകം. അപ്പോൾ അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് തീരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചാപ്റ്റർ 4, 4ാമത്തെ ചാപ്റ്റർ കൂടി എന്ത് ചെയ്യും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇനി നമുക്കിന്ന് പഠിക്കാനുള്ളത് ഹൗ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം. എങ്ങനെയൊക്കെ നമുക്ക് ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം, ഏതൊക്കെ മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി ഇന്ന് പഠിക്കാനുള്ളത്. അതിൽ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് എ കൺട്രി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ ഇൻകം. ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഫോർ എക്കണോമിക് പ്രോസ്പെരിറ്റി. Production increase, expenditure increase and income increase. When production increases, the reward of factors for production like land, labor, capital, organization also increases. So the increases in reward such the rent, wage, interest and profit result in increased consumption and investment. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം വരുമാനം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം, ഇൻകം ഇൻക്രീസ് ചെയ്യണം, എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇത് 3 ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യുള്ളൂ? നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഈ നാഷണൽ ഇൻകം പലതരത്തിൽ 3 തരത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. 3 മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലേ? 3 മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് പ്രൊഡക്റ്റ് മെത്തേഡ്, second income method and third expenditure method. Product method, income method and expenditure method. Production, income and expenditure are interrelated in economic process. There are 3 methods for estimating national income. 3 methods means production method, income methods and expenditure method. First, പ്രൊഡക്റ്റ് മെത്തേഡ്. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് പ്രൊഡക്റ്റ് മെത്തേഡിലൂടെ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അണ്ടർ ദ പ്രൊഡക്റ്റ് മെത്തേഡ്, ദ നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് അപ്പ് ദ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രൈമറി സെക്ടർ, ദ സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിട്ടറി സെക്ടർ. അതായത് പ്രൈമറി സെക്ടറായിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറും അതേപോലെ തന്നെ സർവീസ് സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും സർവീസ് സെക്ടറും, ഈ 3 സെക്ടറിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്തിട്ട് ഇൻകം കാണുന്നു, നാഷണൽ ഇൻകം കാണുന്ന രീതിയാണ് ഇത് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർ ദ പ്രൊഡക്റ്റ് മെത്തേഡ്, ദ നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് അപ്പ് ദ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി സെക്ടേഴ്സ്. It is useful for assessing the contribution of each these sectors towards the national income. It is also used to analyze the sector contributes the most of national income. ഏത് സെക്ടറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചത്, ഏത് സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ കുറവ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റ് മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാണുന്ന സമയത്ത് മനസ്സിലാക്കാം. ഫസ്റ്റ് മെത്തേഡ്
product method. Second, income method. Income method means പേരിൽ തന്നെ ഉണ്ടല്ലേ, കിട്ടുന്ന ഇൻകം അല്ലെ, വരുമാനം മൊത്തം എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Income method, national income is calculated based on rent, wage, interest and profit. Rent, wage, വാടക, കൂലി, പലിശ, അതേപോലെ തന്നെ ലാഭം. Rent, wage, interest and profit, which are the rewards for factors of production. This method is helpful in analyzing the contribution of each other or each factor of production of the to the national income. അതായത് നാഷണൽ ഇൻകത്തിലെ ഓരോ മേഖലയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, വേജ്, റെന്റ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, ഇതെല്ലാം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് എന്ത് കാണുക, നാഷണൽ ഇൻകം കാണുക. അത് കൂട്ടിയെടുത്തിട്ട് നാഷണൽ ഇൻകം കാണുന്ന മെത്തേഡാണ് ഇത് ഇൻകം മെത്തേഡ്. തേർഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. Expenditure method is used to estimate the national income by calculating the expenditure incurred by individuals, firms and government in a particular year. ഒരു വർഷത്തിൽ ഗവൺമെന്റ്, പേഴ്സൺസ് ഓർ ഇൻഡിവിജ്വൽസ്, അതേപോലെ തന്നെ ഫേംസ്, സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എക്സ്പെൻഡിച്ചറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കാണുക, ഇൻകം കാണുക, നാഷണൽ ഇൻകം. അതേ രീതി തന്നെ എന്തിൽ ഉപയോഗിക്കുന്നു, നാഷണൽ ഇൻകം കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇൻ എക്കണോമിക്സ്, ജസ്റ്റ് ലൈക്ക് എ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ രണ്ട് തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ കാണാം. കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഉപഭോഗ ചെലവ്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, നിക്ഷേപ ചെലവ്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് രീതി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ എന്ത് കാണാം, നാഷണൽ ഇൻകം കാണാമെന്നുള്ളതാണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് കാണാമെന്നുള്ളതാണ്, ഈ നാഷണൽ ഇൻകം കാണാമെന്നുള്ളത്. അപ്പോൾ ഈ മൂന്ന് മെത്തേഡുകൾ, പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഈ മൂന്ന് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് പൊതുവെ എന്ത് കണക്കാക്കാറ്, നാഷണൽ ഇൻകം കണക്കാക്കാറ്. പിന്നെ അടുത്തത് ഈ ചാപ്റ്ററിൽ എടുത്തൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഡിഫൈൻ CSO. CSO മീൻസ് ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ഫീച്ചേഴ്സ് പറയാം. അതായത് പിന്നെ ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയാണ്, നാഷണൽ ഇൻകം കണക്കാക്കാനുള്ള ഗവൺമെന്റിന്റെ ഏജൻസിയാണ് ഏത്, CSO എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ പ്ലാനിങ്, അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് കണക്കാക്കുന്നത്, നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. പിന്നെ എംപ്ലോയ്മെന്റ് സെക്ടേഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഏത് സെക്ടറിലാണ് ഓരോ പേഴ്സൺ, ഓരോ ഇൻഡിവിജ്വൽസും ജോബ് ചെയ്യുന്നത് അല്ലേ, അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് CSO ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ CSOന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSO, ഈസ് ദ ഒഫീഷ്യൽ ഏജൻസി that estimate the national income of India. The estimation is done mainly for the purpose of planning and development activities of the government. It also help to understand the nature of employment sector and the types of employment the people are engaged in India. We make use of the product method, income method or expenditure method to estimate national income. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആരും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, CSOയും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രത്യേകത. അപ്പോൾ CSO 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഡിഫൈൻ CSO. നെക്സ്റ്റ്, ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. എക്സ്പ്ലെയിൻ ദ മെയിൻ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു അല്ലേ. റൈറ്റ് എ 4 ലിമിറ്റേഷൻസ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ നാഷണൽ ഇൻകം. അപ്പോൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ വരാറുണ്ട്, ഡിഫിക്കൽട്ടീസ് ഇൻ നാഷണൽ ഇൻകം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ ഇൻകം കണക്കാക്കുന്ന സമയത്ത് അല്ലെ, നമ്മൾ മൊത്തം വരുമാനം എടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് CSO ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തെല്ലാം, അപ്പോൾ ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. 4.4 മാർക്ക്.
അപ്പോൾ അതിൽ നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. ഫസ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ക്രിയേറ്റ്സ് ഡിഫിക്കൽട്ടി ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടാത്തത് അല്ലേ, പിന്നെ സർവേൻ്റെ സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാത്തതും ആളുകളിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടാത്തതും ഒരു ബുദ്ധിമുട്ടാണ് എന്തിന്, നാഷണൽ ഇൻകം കണക്കാക്കാൻ വേണ്ടിയിട്ട്. ദർ ഈസ് എ ചാൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മോർ ദാൻ വൺസ്, ഡബിൾ കൗണ്ടിങ് വൈൽ ദേ പാസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ചില വസ്തുക്കൾ, ചില മെറ്റീരിയൽസ് അത് ഒന്നിലധികം തവണ എന്ത് ചെയ്യുന്നു, ഡബിൾ കൗണ്ടിങ്ങിന് വിധേയമാകുന്നു. അതായത് ഒന്നിലധികം തവണ എന്ത് ചെയ്യേണ്ടി വരും, അത് കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, നമ്മളൊരു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഷർട്ടിൻ്റെ കാര്യം അല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബട്ടൺസ്, അതേപോലെ തന്നെ നൂല്, ഇതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും അവിടെ വേറെ മെറ്റീരിയൽസ് എന്നുള്ള രീതിയിൽ, അസംസ്കൃത വസ്തുക്കൾ എന്നുള്ള റോ മെറ്റീരിയൽസ് എന്നുള്ള രീതിയിൽ വേറൊരു കണക്കിൽ പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഡബിൾ കൗണ്ടിങ്ങിൽ വരുന്നത് എന്തിന് കാരണമാകുന്നു, ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസിന്, ഒരു ലിമിറ്റേഷന് കാരണമാണ്, ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ്, സർവീസ് ഓഫ് ഹൗസ് വൈഫ്സ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. അപ്പം വീട്ടിൽ നമ്മൾ വീട്ടുകാർ അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന ജോലി അല്ലേ, വീട്ടിൽ പിന്നെ അമ്മമാരോ അല്ലെങ്കിൽ സ്ത്രീകളോ ചെയ്യുന്ന ജോലി, ആ ജോലി എന്തിൽ ഉൾപ്പെടുത്തുന്നില്ല, നാഷണൽ ഇൻകത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്തിനാണ്, അതൊരു ലിമിറ്റേഷനാണ്. തേർഡ് ലിമിറ്റേഷൻ, ഫോർത്ത് ലിമിറ്റേഷൻ, ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെൽഫ് കൺസപ്ഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. എക്സാമ്പിൾ, വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പിന്നെ സാധനങ്ങളോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറമ്പിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന, പിന്നെ വ്യവസായ അടിസ്ഥാനത്തിലല്ല നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന സാധനങ്ങളൊന്നും എന്തിന് പരിധിയിൽ വരുന്നില്ല, നാഷണൽ ഇൻകത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഇഗ്നോറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് ദി പീപ്പിൾ ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ കളക്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. അപ്പോൾ അറിവില്ലായ്മ, അതേപോലെ തന്നെ നിരക്ഷരതയും, ജനങ്ങളുടെ നിരക്ഷരതയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നതിൽ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതെന്തിന് ഉള്ളൊരു ഡിഫിക്കൽട്ടീസ് ആണ്, നാഷണൽ ഇൻകത്തിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് ആയിട്ട് വേണമെങ്കിൽ കരുതാം. നെക്സ്റ്റ്, ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഇൻ അസസിങ് ദ മണി വാല്യൂ ഓഫ് സർവീസസ് ഇമ്പയർഡ് ദ കറക്റ്റ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. അപ്പോൾ ചില സർവീസുകൾ, ആ സർവീസുകൾക്ക് എത്രത്തോളം പണം വരും നമുക്ക് പറയാൻ പറ്റില്ല. ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയാണ് അത്. ചില സർവീസുകൾ ഉദ്ദേശിച്ച ചില ഡോക്ടർമാരോ അല്ലെങ്കിൽ നമ്മൾ ചില ആളുകളൊക്കെ ചെയ്യുന്ന അവരുടെ സർവീസിന്, സേവനത്തിന് ചിലപ്പം അതിന് പൈസ കണക്കാക്കാൻ സാധിക്കില്ല. അപ്പം അത്ര ഡിഫിക്കൽട്ടീസിൽ എന്തിൽ വരാം, ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കൺസ്യൂമേഴ്സ് സെൽഡം മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ബൈ ദം. അടുത്തത്, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വരവ് ചെലവുകളൊന്നും നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നില്ല, എല്ലാ സമയത്തുള്ള കാര്യങ്ങളൊന്നും എഴുതി വെക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പം ചായ കുടിച്ചു, അല്ലെങ്കിൽ അതിലിങ്ങോട്ട് വന്ന് പെട്രോൾ അടിച്ചു, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവിടെ നിന്ന് എന്തേ വൈകിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഓരോ ദിവസം എഴുതി. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു വിവരം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്ന സമയത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാം, ഇത് പ്രൈമറി സെക്ടറിൽ, അടുത്ത നെക്സ്റ്റ് ആണ് സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് നാഷണൽ ഇൻകം. നമ്മുടെ രാജ്യത്തിൻ്റെ 2018 വരെയുള്ള 3 ഇയേഴ്സിലെ ഒരു പിന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൈമറി സെക്ടറിൻ്റെ ഡീക്ലൈന്, 3 ഇയേഴ്സിലെ ഡീക്ലൈനും, സെക്കൻഡറി സെക്ടറിലെ ഒരു സ്മോൾ ഡീക്ലൈനും, ടെറിട്ടറി സെക്ടറായിട്ടുള്ള സർവീസ് സെക്ടറിലെ ഒരു സർവീസ് സെക്ടറിലെ ഒരു ഇൻക്രീസസും അതിൽ വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ സർവീസ് സെക്ടർ വളരെ വലിയ തോതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ സാഹചര്യത്തിലൊക്കെ സർവീസ് സെക്ടറിന് വളരെ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. ദ സം ഓഫ് income received from the primary, secondary and tertiary sector constitutes the national income of a country. The table provides the information about the share of the 3 sectors. These sectors to the gross domestic product of India.
What other information? The recent trends of the contribution of various sectors to the national income of India, slow in increase in the growth of the service sector. The secondary and tertiary sectors have income to contribute more than the national income of the primary sector. അപ്പോൾ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറിൻ്റെ ചേഞ്ചസ് പിന്നെ ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ടെറിട്ടറി സെക്ടറിന് വലിയൊരു ഉന്മേഷം വന്നിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ ബാങ്കിങ്, ഇൻഷുറൻസ്, ടെലികമ്മ്യൂണിക്കേഷനൊക്കെ വലിയ തോതിൽ ഗ്രോത്ത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ടെറിട്ടറി സെക്ടർ എന്ത് ചെയ്തു, അത് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. വിത്ത് എക്കണോമിക് ഗ്രോത്ത് പീപ്പിൾ ആർ മോർ വില്ലിംഗ് ടു partake the transport and tourism. Development of knowledge based industries has also helped in the growth of tertiary sector. Education institutions and hospitals along the banking, insurance, telecommunication have helped to the growth of the tertiary sector. So next നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് ദി സർവീസ് നോളജ് സെക്ടർ. സർവീസ് സെക്ടറിൻ്റെ ഭാഗമായിട്ടുള്ള നോളജ് സെക്ടറിൻ്റെ ഇതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇപ്പോൾ പുതിയ, അതായത് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെന്തിന് കാരണമായിട്ടുണ്ട്? ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും അതേപോലെ തന്നെ പുതിയ IT സെക്ടറൊക്കെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും അതേപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റീസും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇക്കോണമി സെക്ടർ ഗ്രോത്ത് ആവാൻ വേണ്ടി കാരണമായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്? അതിലൊരു 2 മാർക്ക് ഓർ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരാറ്. അതിൽ പ്രധാനമായിട്ടും ഡിഫൈൻ നോളജ് സെക്ടർ ആൻഡ് ഫേവറബിൾ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ഹെൽപ്പ് ഇന്ത്യ ഗ്രോ ഫർദർ ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അതിൽ ദ നോളജ് സെക്ടർ ഈസ് ദ സെക്ടർ which efficiently uses knowledge and technology to attain economic growth. അപ്പോൾ നോളജ് സെക്ടറിനെ നമ്മൾ എന്തിലേക്ക് ഉപയോഗപ്പെടുത്തുന്നു? എക്കണോമിക് സെക്ടറിലേക്ക് ഉപയോഗപ്പെടുത്തുന്നു. അതിനാണ് എന്ത് പേര് പറയുന്നത്? ഗ്രോത്ത് നോളജ് സെക്ടർ എന്ന് പറയുന്നത്. The knowledge sector is the sector which efficiently uses knowledge and technology to attain economic growth. Today, modern technology and information communication possibilities have grown and development in knowledge economy. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളും അതേപോലെ തന്നെ ടെക്നോളജി സാങ്കേതിക വിദ്യകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മേഖലയിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ലാർജ് സ്കെയിലായിട്ടുള്ള ടാക്സസ്, സോഫ്റ്റ്വെയർ എക്സ്പെർട്സ്, അതേപോലെ തന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, അതേപോലെ തന്നെ റിസർച്ചർ, സയൻറ്റിസ്റ്റ്, എക്സ്പെർട്ട്, പോളിസി മേക്കേഴ്സ്, കുറേ ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ തന്നെ ടെക്നോ പാർക്കുകൾ, ഇൻഫോ പാർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ അതൊക്കെ എന്തിന് ഗുണകരമാകുന്നുണ്ട്? നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമല്ല, സർവീസ് സെക്ടറിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് നമുക്ക് ഇന്ത്യയിലുണ്ട്. അതാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ്, ഹ്യൂമൻ റിസോഴ്സസ് ഇൻക്ലൂഡിങ് ടെക്നിക്കൽ എക്സ്പേർട്സ് ഹൂ ആർ വെൽ വേഴ്സ്ഡ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന വെൽ പേഴ്സൺസ് ആയിട്ടുള്ള കുറേ ടെക്നീഷ്യൻസ് നമുക്ക് ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ്, വൈഡ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. നമുക്ക് വലിയൊരു ആഭ്യന്തര കമ്പോളമുണ്ട്. എല്ലാ സാധനങ്ങളും ചിലവാകുന്ന, അല്ലേ? എല്ലാ സാധനത്തിനും വലിയ മാർക്കറ്റിംഗ് ഉള്ള ഒരു സിസ്റ്റം നമുക്ക് ഇവിടെയുണ്ട്. തേർഡ്, സ്ട്രോങ് പ്രൈവറ്റ് സെക്ടർ. ഗവൺമെൻറ്റിൻ്റെ സെക്ടർ പോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ എന്താണ്? ശക്തമാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വലിയ തോതിൽ. അപ്പോൾ അതൊക്കെ എന്തിനാണ്? അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഡിഫൈൻ നാഷണൽ ഇൻകം, the three sectors, different types of sectors, why do we calculate national income, other objectives of national income, define GDP, GNP, NNP and per capita income. How to calculate national income? 3 methods: product method, income method and expenditure method. And difficulties calculating national income or 4 limitations in national income.
in India, or define CSO, define knowledge sector and some favorable factors can help in India. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടുണ്ടാവുക. ഇതിൽ GDP, GNP, പെർ ക്യാപിറ്റൽ ഇൻകം, NNP ഇതൊക്കെ എന്താ ഡിഫൈൻ ചെയ്യാൻ മാത്രമാണ്, എന്താണ് എന്നുള്ള ചോദ്യം മാത്രമാണ് ഉണ്ടാവാറുള്ളൂ. GNP, GDP, പെർ ക്യാപിറ്റൽ ഇൻകം. ഇപ്പം ഷോർട്ട് നോട്ട് പ്രധാനമായിട്ടും മെയിൻ കൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം, CSO, നോളജ് സെക്ടർ, പിന്നെ ഇതിൽ 3 മാർക്കിൽ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാറ് എക്സ്പ്ലെയിൻ മെയിൻ മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം, റൈറ്റ് ഫോർ ലിമിറ്റേഷൻസ് ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട്. ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ പിന്നെ 3ാമത്തെ ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നു. 4th ചാപ്റ്റർ, ബൈ ദ ഹാൻഡ്സ് ഓഫ് ദി നേച്ചർ. അതായത് ഈ ചാപ്റ്ററിന് കുറേ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, ഈ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കുറേയേറെ ലാൻഡ് ഫോംസ് കണ്ടിട്ടുണ്ട്. പ്ലാറ്റ്യൂസ് കണ്ടിട്ടുണ്ട്, പ്ലെയിൻസ് കണ്ടിട്ടുണ്ട്, ഡെസേർട്ടിൻ്റെയും മൗണ്ടൈൻ്റെയും ഒക്കെ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പം ഹൗ ഡൈവേഴ്സ് ദ എർത്ത് സർഫേസ് ഈസ്, എന്തുകൊണ്ടാണ് ഇത്തരം ഡൈവേഴ്സിറ്റി ഒക്കെ എർത്ത് സർഫേസിൽ ഉണ്ടാവുന്നത്? The mountains, valleys, plains, plateaus, deserts, hills, forms of various landforms of the earth. Most of them has evolved through millions of years. പലതും കുറേ വർഷങ്ങളെടുത്ത് കാണും ഇതുണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലേ? കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിലെ ലിത്തോസ്ഫിയർ പ്ലേറ്റ്സിൻ്റെ ഭാഗമായിട്ട്, ജിയോമോർഫിക് മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട്, ഡിയാസ്ട്രോഫിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പല ലാൻഡ് ഫോംസ് ഉണ്ടാകുന്നതും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? കോണ്ടിനെൻ്റൽ സർഫേസും ഓഷ്യാനിക് സർഫേസും പ്ലേറ്റ് മാർജിനും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ട് ചില പ്ലേറ്റ് മാർജിനിൽ ഉണ്ടാകുന്ന ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതേപോലെ ചില ലാൻഡ് ഫോംസിൻ്റെ ഫീച്ചേഴ്സാണ് ഈ ചാപ്റ്ററിലും പഠിക്കാനുള്ളത്. ഇതിലാദ്യമായി നമുക്ക് നോക്കാനുള്ളത് ഡിഫൈൻ ജിയോമോർഫിക് പ്രോസസ്. ചില ഇന്റേണൽ ഫോഴ്സസ് എന്തിനു സ്വാധീനിക്കുന്നു? ജിയോമോർഫിക് പ്രോസസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണം. ജിയോമോർഫിക് പ്രോസസ് മീൻസ് ദ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ് ആർ കോൾഡ് ജിയോമോർഫിക് പ്രോസസ്. ജിയോമോർഫിക് പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ്. ദ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ് ഈസ് കോൾഡ് ജിയോമോർഫിക് പ്രോസസ്. അതായത് ജിയോമോർഫിക് പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ ലാൻഡ് ഫോം ഉണ്ടാകാനുള്ള പ്രവർത്തനങ്ങൾ, പ്രക്രിയകളാണ്, അല്ലേ? പുതിയ പിന്നെ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയകളെയാണ് എന്ത് പേര് പറയുന്നത്? ജിയോമോർഫിക് പ്രോസസ് അഥവാ ഭൂരൂപ രൂപീകരണ പ്രക്രിയകളെന്ന് പറയുന്നത്. ഈ ജിയോമോർഫിക് പ്രോസസ്സിന് പെട്ടെന്നുണ്ടാവുന്നതല്ല. ഞാൻ പറഞ്ഞു ഇന്റേണൽ ആയിട്ടുള്ള ചില ഏജൻസികളാണല്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്ര ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ജിയോമോർഫിക് പ്രോസസ്സിന് ഹെൽപ്പ് ആവുന്ന ജിയോമോർഫിക് ഏജൻസീസ് ഉണ്ട്. ആ ഏജൻസീസ് റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലാസിയേഴ്സ്, സീ വേവ്സ്. റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലാസിയേഴ്സ്, സീ വേവ്സ്, ജിയോമോർഫിക് ഏജൻസീസ്. Varied landforms are created by continuous process carried out by external agencies. Internal agencies or external agencies. External agencies like running water, wind, glaciers, sea waves. Hence, these agencies are called geomorphic agencies. Geomorphic agencies. ജിയോമോർഫിക് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഏജൻസികളുണ്ട്. അത് പ്രധാനമായിട്ടും എക്സ്റ്റേണൽ ഏജൻസീസ് ആണ്. ആ എക്സ്റ്റേണൽ ഏജൻസീസ് ആണ് ഏതൊക്കെ? റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലാസിയേഴ്സ്, സീ വേവ്സ് എന്നിവ. അപ്പോൾ പിന്നെ ലിത്തോസ്ഫിയർ പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഇന്റേണൽ ഫോഴ്സസിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ലാൻഡ് ഫോംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇനി ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കാനുള്ളത് ഈ എക്സ്റ്റേണൽ ഏജൻസീസ് ആയിട്ടുള്ള റണ്ണിങ് വാട്ടർ, വേവ്സ്, ഗ്ലാസിയേഴ്സ്, സീ വേവ്സ് ഒക്കെ ഉണ്ടാകുന്ന
ലാൻഡ് ഫോമിനെ കുറിച്ചാണ്. ഇതിൽ റണ്ണിങ് വാട്ടർ ഉദ്ദേശിക്കുന്നത് റെയിൻ വാട്ടർ ആവാം, അല്ലെ റിവർ വാട്ടർ ആവാം, എല്ലാം റണ്ണിങ് ആയിട്ടുള്ള ഒഴുകുന്ന എല്ലാ വെള്ളവും എന്തിനു ഉപയോഗിക്കുന്നു? ജിയോമോർഫിക് ഏജന്റ് പുതിയ ലാൻഡ് ഫോം ഉണ്ടാക്കും. വിൻഡ് കാറ്റുണ്ടാക്കും. ഗ്ലാസിയർ, ഗ്ലാസിയർ എന്തായിരിക്കും? ഗ്ലാസിയർ മീൻസ് thick masses of ice slowly move downhill in snow-clad regions. In snow-clad regions, such slow-moving masses of ice sheets are called glacier. വലിയ പർവ്വതത്തിന് മുകളിൽ വലിയ ഐസ് കട്ടകളുണ്ടാവും. ഐസ് കട്ടകൾ എന്ത് ചെയ്യും? പർവ്വതത്തിന് മുകളിൽ നിന്ന് മെല്ലെ താഴ്വരയിലേക്ക് ഇറങ്ങി വരും. അത്ര ഐസ് ഷീറ്റുകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഗ്ലാസിയസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സീ വേവ്സ് എന്ന് പറയുന്നത് തിരമാലയാണ്, അറിയാലോ. അപ്പോൾ റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലാസിയസ്, സീ വേവ്സ് ഇതൊക്കെ എന്താണ്? ജിയോമോർഫിക് ഏജൻസ് ആണ്. ഈ ജിയോമോർഫിക് ഏജൻസ് ഉണ്ടാക്കുന്ന ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ജിയോമോർഫോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. Geomorphology is the branch of geology or geography which deals with the study of origin and evolution of landforms. ലാൻഡ്ഫോമിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഈ ലാൻഡ് ഫോംസിലെ ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഏത്? ജിയോമോർഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ ചില ഇറോഷൻ, ഡിപ്പോസിഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോയിൽ ഇറോഷൻ, അതുപോലെ തന്നെ സോയിൽ ഡിപ്പോസിഷൻ, അതും ഈ ചാപ്റ്ററിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഇറോഷൻ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഫോംഡ് ബൈ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ വെതറിംഗ് പ്രോസസ്. വെതറിംഗ്, ബയോളജിക്കൽ വെതറിംഗ്, ഫിസിക്കൽ, കെമിക്കൽ വെതറിംഗ് or physical weathering. The transfer of rock particles formed by physical weathering, chemical weathering or biological weathering from one place to another by external agencies like as running water, wind, glaciers, sea waves is called erosion. അതായത് റണ്ണിങ്, അതായത് ഒഴുകുന്ന വെള്ളമോ കാറ്റോ ഹിമാനികളോ തിരമാലകളോ റോക്ക് പാർട്ടിക്കിൾസിനെയോ മണ്ണിനെയോ അല്ലെങ്കിൽ കല്ലിനെയോ ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പേര് പറയുന്നത്? ഇറോഷൻ എന്ന് പറയുന്നത്. ഇറോഷൻ. These materials will be deposited in low lying regions and this process is called deposition. ഇതെന്ത് ചെയ്യുന്നു? ഇറോഷന് വിധേയമായിട്ടുള്ള സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകുന്ന വെള്ളമോ അല്ലെങ്കിൽ കാറ്റോ ഇതൊക്കെ കൊണ്ടുപോകുന്നു, വേറെ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് എന്ത്? ഡിപ്പോസിഷൻ. അതിന്റെ പേരാണ് ഡിപ്പോസിഷൻ. ദ ഇറോഷൻ ആസ് വെൽ as deposition carried out by external agencies create varied landforms. ഇപ്പോൾ എക്സ്റ്റേണൽ ഏജൻസീസ് ആയിട്ടുള്ള ഈ പറഞ്ഞ റണ്ണിങ് വാട്ടറും വിൻഡും ഗ്ലാസിയേഴ്സും സീ വേവ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന്. അതെങ്ങനെയൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കുന്നത്. അതിൽ ഫസ്റ്റ് റണ്ണിങ് വാട്ടർ, അതായത് ഒഴുകുന്ന വെള്ളം എങ്ങനെയൊക്കെയാണ് ലാൻഡ് ഫോംസ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് നോക്കുന്നത്. ഇതിൽ നമുക്കറിയാം, ഒരു റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത് ഏതെങ്കിലും വലിയൊരു കുന്നിൻ മുകളിൽ നിന്ന് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിനൊരു പേര് പറയും. അത് അവസാനിക്കുന്നത് സമുദ്രത്തിലോ കടലിലോ ചേർന്നിട്ടായിരിക്കും അല്ലേ? അതിനൊരു പേര് പറയും. റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദ സ്പ്രിങ്സ് അറ്റ് high altitude. Rills formed by rainwater may join together two from streams. A river develops through merging of numerous such streams. The place of origin of a river is called its source, and the place at which it discharges into the sea to a water body is called the river banks or river mouth.
തുടങ്ങുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സോഴ്സ്. ഒരു നദി തുടങ്ങുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് പ്രഭവസ്ഥാനം അഥവാ സോഴ്സ്. അത് അവസാനിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് റിവർ മൗത്ത്. റിവർ മൗത്ത്. The place of origin of a river is called its source, and the place at which it discharges into the sea or to a water body is called the river mouth. സോഴ്സിൽ നിന്ന് മൗത്തിലേക്ക്. തുടങ്ങുന്ന സ്ഥലത്തിന് സോഴ്സ് എന്ന് പറയുന്നു, അവസാനിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് മൗത്ത്. അപ്പോൾ ഇതിന് അതായത് ഒരു റിവർ സ്റ്റാർട്ട് ചെയ്യുന്ന സോഴ്സിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന മൗത്ത് വരെ അതിൻ്റെ ഫ്ലോ ഓഫ് ഫ്ലോ ഓഫ് വാട്ടറിനെ, അതായത് അതിൽ റിവറിൻ്റെ ഫ്ലോയിനെ ചില ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഫ്ലോ ഓഫ് എ റിവർ? ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ്, റോക്ക് സ്ട്രക്ചർ, ശിലാഘടന. അപ്പോൾ ശിലാഘടന എന്ന് വെച്ചാൽ പാറകളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു, റിവർ അല്ലെങ്കിൽ സ്ട്രീംസ് വളരെ വേഗത്തിൽ ഒഴുകി വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള റോക്ക് സ്ട്രക്ചർ ആരുണ്ടാക്കും, ഈ റിവേഴ്സ് ഉണ്ടാക്കും എന്നുള്ളതാണ്. വോളിയം ഓഫ് വാട്ടർ, ആദ്യ ഭാഗത്തൊക്കെ ഈ വെള്ളത്തിന് എന്തായിരിക്കും, അളവ് കുറവായിരിക്കും. അത് റിവർ മൗത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിന് വലിയ അളവ് വെള്ളം വഹിച്ചുകൊണ്ടാണ് ആരെത്തുക, ഈ റിവർ എത്തുക. സ്ലോപ്സ് ഓഫ് ദി ടെറൈൻ, അതേപോലെ തന്നെ ഈ പ്രദേശത്തിന്റെ ചെരിവ് എന്തിനെ സ്വാധീനിക്കുന്നു, ഫ്ലോ ഓഫ് റിവറിനെ സ്വാധീനിക്കുന്നു. എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ്, സെഡിമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നദി എന്തൊക്കെ ഒഴുകിക്കൊണ്ടുവരുന്നോ അതെല്ലാം സെഡിമെന്റ്സാണ്. എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ് വന്ന് അടിയുന്നത് എവിടെയായിരിക്കും, നദിയുടെ അവസാന ഭാഗത്തായിരിക്കും. വോളിയം ഓഫ് വാട്ടർ, റോക്ക് സ്ട്രക്ചർ, സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ, എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ്, 4 മേജർ പോയിന്റ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജിയോമോർഫിക് പ്രോസസ്സാണ്. ഗ്ലാസിയർ, ജിയോമോർഫോളജി, ജിയോമോർഫിക് ഏജൻസ്, റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലാസിയർ, സീ വേവ്സ്, ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ, സോഴ്സ് ആൻഡ് മൗത്ത്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ഫ്ലോ ഓഫ് വാട്ടർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ എമ്പാടും ഈ ജിയോമോർഫിക് ഏജൻസ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഈ ഫസ്റ്റ് റണ്ണിങ് വാട്ടറിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ റണ്ണിങ് വാട്ടർ ഉണ്ടാക്കുന്ന പ്രയർ ലാൻഡ് ഫോംസ് നമുക്ക് പഠിക്കാനുണ്ട്, ഏകദേശം 6ഓളം ലാൻഡ് ഫോംസ് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം, വളരെ വിശദമായിട്ട് പഠിക്കാം.